ഹലോ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ എല്ലാം കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ചേട്ടാ ഇൻഡസ്ട്രിയൽ നേഴ്സ് ആകാൻ വേണ്ടി പ്രത്യേകിച്ച് കോഴ്സ് വല്ലതും ചെയ്യണോ, അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ നേഴ്സ് ആകാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, വേറെ എന്തെങ്കിലും എക്സാം എഴുതണോ, വീണ്ടും ചോദിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇത് റിപ്പീറ്റായിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്. പിന്നെയും പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് നേഴ്സായിട്ട് ഇവിടെ വരണോ, ദുബായിലോട്ട് വരണോ, യുഎയിലോട്ട് വരണോ, അതിനുവേണ്ടി എക്സാം ഉണ്ട്, ഡേറ്റാ ഫ്ലോ ഉണ്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യും, അതിൻ്റെ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യും. അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം തിരിച്ചും കൂടി വരാൻ പറ്റത്തുള്ളൂ. ദുബായിലോട്ടാണെന്നുണ്ടെങ്കിൽ DH എക്സാമാണ് എഴുതേണ്ടത്. DH തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു എന്തായിരുന്നു ഡേറ്റാ ഫ്ലോ ഉണ്ട്. അപ്പോൾ അതൊരു വെരിഫിക്കേഷൻ, തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ ആണ്. അവർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതുപോലെ ഫ്രഷറായിട്ടുള്ളവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് BSc ആണ് പഠിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് കയറി വരാം. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ജോലി നോക്കാം. നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പം പുതിയ ഒരു സൈറ്റുണ്ട്, ഓൺലൈൻ ദുബായ് career.com ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് നാട്ടിൽ നിന്നാണെങ്കിൽ ജോബ് നോക്കിയിട്ട് വരാം. മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ഏജൻസിക്കൊന്നും പൈസയൊന്നും പ്രത്യേകം കൊടുക്കാതെ ജോബ് നോക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമ്മളാണെങ്കിൽ ഡേറ്റ ഫ്ലോയ്ക്കും എക്സാമിനൊക്കെ വേണ്ടി കുറേ പൈസ ചിലവാക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതല്ലാതെ ഏജൻസിക്ക് ഇപ്പോൾ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് കേട്ടോ നാട്ടിൽ. അതിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏജൻസികളുണ്ട്. എൻവെർടൈസ് എന്ന് പറയുന്നൊരു ഏജൻസി ഉണ്ട്. എൻവെർടൈസ് എന്ന് പറഞ്ഞ ഏജൻസി അവർ ഫീസൊന്നും വാങ്ങിക്കാറില്ല കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്ന്, നേഴ്സുമാരുടെ കയ്യിൽ നിന്ന്. അപ്പം അങ്ങനെയുള്ള ഏജൻസികളൊക്കെ നോക്കുക. പിന്നെ ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ.